നമ്മുടെ SSBയുടെ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ അതിൻ്റെ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപേക്ഷ തുടങ്ങിയിട്ടുള്ള 21/3/2026 ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷ തുടങ്ങി 30 ദിവസം വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 20/4/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 20/4/2026 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ PDF മെറ്റീരിയൽ, പഠിക്കാൻ ആവശ്യമായ PDF മെറ്റീരിയലുകൾ വിവിധ പോസ്റ്റിന് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടീമിൻ്റെ നമ്പർ നേരത്തായി ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വിവിധ പോസ്റ്റുകൾക്ക് പഠിച്ച് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള PDF മെറ്റീരിയലാണ്. എന്തായാലും നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാൻ ഡീറ്റെയിൽ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നോക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം, 20-ാം തീയതിയാണെന്ന് മറക്കരുത്. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റിലേക്ക് കിടക്കാം. ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ, വാഷർമാൻ ഉണ്ട്, ബാർബർ ഉണ്ട്, വാട്ടർ കരിയർ ഉണ്ട്, വെയിറ്റർ ഉണ്ട്, ടൈലർ ഉണ്ട്, അതുപോലെ ഗാർഡനർ, ഗോബ്ലർ, ഈ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. വന്നിട്ടുള്ള വേക്കൻസീസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. കോൺസ്റ്റബിൾ വെറ്റിനറി ഉണ്ട്, ടോട്ടൽ 34 ഒഴിവാണ്. നിങ്ങൾക്ക് ഓരോ ഒഴിവ് നോക്കി പോകാം കേട്ടോ. ഞാനൊരു പോസ്റ്റ് പറയാം. ഡ്രൈവർ ഉണ്ട്, ഇത് ആൺകുട്ടികൾക്ക് മാത്രമാണ്. ബാക്കിയുള്ള പോസ്റ്റുകൾ എല്ലാവർക്കും കൊടുക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഗാർഡനർ, വാട്ടർ കരിയർ, കോബ്ലർ, ടൈലർ, വാഷർമാൻ, ബാർബർ, വെയിറ്റർ, കാർപ്പൻറ്റർ, നേഴ്സിംഗ്, ഓർഡർലി, ഇത്രയും പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 827 ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഇതിനാദ്യം നടക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റാണ്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. സോ ഇതിന് സെലക്ഷൻ ലഭിക്കുന്നവർക്ക് 21,700 സ്റ്റാർട്ടിങ് ബേസിക് സാലറി എന്ന് പറയുന്നത്. ഇതിന് പുറമെ അലവൻസ് ഒരുപാട് ഉണ്ടാവും കേട്ടോ. പിന്നെ 69,100 വരെയൊക്കെ ശമ്പളം പരമാവധി ലഭിക്കുന്നതായിരിക്കും. ബേസിക് സാലറിയാണ് കേട്ടോ ഇത്. അതിന് പുറമെയുള്ള അലവൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓരോരോ പോസ്റ്റിൻ്റെയും എലിജിബിലിറ്റി നമുക്ക് നോക്കാം. 18 to 27 വയസ്സ് വരെയാണ് കോൺസ്റ്റബിൾ വെറ്റിനറിക്ക് അപേക്ഷിക്കാനുള്ള പ്രായം. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം സയൻസ് സബ്ജക്റ്റോട് കൂടിയിട്ട്. പിന്നെ 1 year എക്സ്പീരിയൻസ് ട്രീറ്റ്മെൻറ്റിൽ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ആനിമൽസ് ഇൻഓർഗനൈസ്ഡ് വെറ്റിനറി ഹോസ്പിറ്റലിലെ കീഴിലുള്ള 1 year എക്സ്പീരിയൻസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സും വെറ്റിനറിയിൽ നിന്നുള്ള എക്സ്പീരിയൻസും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ഡ്രൈവറാണ്. 18 to 27 വയസ്സ് വരെ അപേക്ഷിക്കാം. 10ാം ക്ലാസ് വേണം. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൂടി വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ കോൺസ്റ്റബിൾ, ഗാർഡനർ, വാട്ടർ കരിയർ, അതുപോലെ കോബ്ലർ, പിന്നെ ടൈലർ, വാഷർമാൻ, ബാർബർ, വെയിറ്റർ, ഈ പോസ്റ്റിന് 18 to 23 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുക. പിന്നെ ഏജിൽ റിലാക്സേഷൻ ലഭിക്കും കേട്ടോ, അത് പറയാം. ഇതിന് 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത. അതിൻ്റെ കൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി വേണം. ഇനി എക്സ്പീരിയൻസ് ഇല്ലാന്നാണെങ്കിൽ 1 year സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് പറയുന്നുണ്ട്. അതുമില്ലെങ്കിൽ 2 year ഡിപ്ലോമ ആ ഒരു ഫീൽഡിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും, അത് പാസ്സാവേണ്ടതായിട്ടുണ്ട് എന്നും കൂടി പറയുന്നുണ്ട്. സോ ഇതിൽ വാഷർമാൻ എന്ന് പറയുന്ന പോസ്റ്റിന് എപ്പോഴും 10ാം ക്ലാസ് മാത്രമായിരുന്നു യോഗ്യതയായിട്ട് ചോദിക്കാറുള്ളത്. ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ 1 year സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ വാഷർമാനിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സുഹൃത്ത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 year എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് എങ്ങനെയാണ് കിട്ടിയതെന്നും കൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും എനിക്കും മനസ്സിലാക്കാൻ കുറച്ച് നന്നായിരുന്നു. കാരണം വാഷർമാൻ എന്ന് വെച്ചാൽ അലക്കുന്നതാണ് ജോലി. സോ കളിയാക്കി ചോദിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേർക്ക് അതിലൊരു കൃത്യമായിട്ടുള്ള ജ്ഞാനം, കൃത്യമായിട്ട് അതിൽ അറിവില്ലാത്ത ഈ ഒരു കാര്യത്തിൽ ഒരുപാട് പേർക്ക് അറിവില്ലായിട്ട് നിരവധി പേർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചത്. അതുപോലെ കാർപ്പൻറ്റർ പോസ്റ്റിന് അപേക്ഷിക്കാൻ 18 to 25 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായം പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ 1 year ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയും അപേക്ഷിക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഡിപ്ലോമ, 2 വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപേക്ഷിക്കാം. പിന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകും, അത് പാസ്സാവണം. ഇനി കോൺസ്റ്റബിൾ നേഴ്സിംഗ് ഓർഡർലിയാണ്. ഓർഡറിലേക്ക് അപേക്ഷിക്കാൻ 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 18 to 27 വയസ്സാണ് കേട്ടോ. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുണ്ടാകണമെന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ കൂടെ വർക്കിംഗ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം, അതും പ്രത്യേകം പറയുന്നുണ്ട്. ഡ്യൂറേഷൻ ഓഫ് മിനിമം 1 year കൂടിയാണ് ചോദിച്ചിട്ടുള്ളത് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ അപേക്ഷ തുടങ്ങിയതിന് ശേഷം 30 ദിവസമാണ് ഞാൻ പറഞ്ഞതുപോലെ 20-ാം തീയതി വരെ ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഏജ് റിലാക്സേഷൻ SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ കൂടി നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധയിൽ വെച്ചേക്കുക. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ലിങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അപ്ലൈ ചെയ്യേണ്ടത് SSBൻ്റെ വെബ്സൈറ്റ് വഴിയാണ്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് കേട്ടോ താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഒന്ന് നിങ്ങൾക്ക് റീഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഡ് ഔട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കാം. ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റബിൾ, വെറ്റിനറി, ഡ്രൈവർ, ഗാർഡനർ, വാട്ടർ കരിയർ, അതുപോലെ തന്നെ കോബ്ലർ, ടൈലർ, വാഷർമാൻ, ബാർബർ, എല്ലാ
പോസ്റ്റിലൂടെ പറയുന്നുണ്ട്, ഓരോന്ന് പറയേണ്ട എടുത്ത് പറയേണ്ട. അപ്പോൾ 4.8 കിലോമീറ്റർ ഓട്ടം ഏകദേശം 24 മിനിറ്റിനുള്ളിൽ ആൺകുട്ടികൾ കംപ്ലീറ്റ് ചെയ്യണം. പെൺകുട്ടികൾക്ക് ഈ പോസ്റ്റിൽ അപേക്ഷിക്കുകയാണെങ്കിൽ 2.4 കിലോമീറ്റർ ഓട്ടം 18 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഹൈറ്റ് പറയുന്നത് 170 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക് ഉണ്ടായിരിക്കണം, 170 സെൻറ്റിമീറ്റർ. പിന്നെ 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണം. 157 സെൻറ്റിമീറ്റർ ആണ് പെൺകുട്ടികളുടെ ഹൈറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഈ ST ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ 162.5 സെൻറ്റിമീറ്റർ ഉയരം മതി. അതുപോലെ തന്നെ 150 സെൻറ്റിമീറ്റർ ഫീമെയിൽസിന് ഉയരം പറയുന്നുള്ളൂ. ആൺകുട്ടികൾക്ക് ചെസ്റ്റ് 76 വേണം, അതുപോലെ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണം. ഡ്രൈവർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 170 സെൻറ്റിമീറ്റർ, ഇത് ആൺകുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 170 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക് ഹൈറ്റ് വേണം. 80 to 85 തന്നെയാണ് ചെസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ST ഉദ്യോഗാർത്ഥികളുടെ ചെസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 162, ഹൈറ്റ് കാണാൻ സാധിക്കും 162.5ഉം 76 ഏകദേശം 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ഉള്ള ഓരോ പോസ്റ്റിനെയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഏതൊക്കെ പോസ്റ്റുകളാണ്. ഇവിടെ പോസ്റ്റുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഗാർഡനർ, വാട്ടർ കരിയർ, അങ്ങനെ ഓരോ പോസ്റ്റ് പറയുന്നുണ്ട്. അതിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ചെസ്റ്റും കാര്യങ്ങളും. പിന്നെ ST ഉദ്യോഗാർത്ഥികൾക്ക് വരുമ്പോൾ എങ്ങനെയാണ് അതിൽ വരുന്നത്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള കൊടുത്തിട്ടുണ്ട്. പിന്നെ നഴ്സിംഗിനായിട്ട് ബന്ധപ്പെട്ട ഓർഡർലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എത്രയാണ് ഹൈറ്റ് വേണ്ടത്, 165 ആൺകുട്ടികൾക്ക് പറയുന്നത്, ഫീമെയിൽസിന് 155 പറയുന്നത്. അങ്ങനെ ഒരു ഹൈറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് ഓരോന്നും കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സെക്കൻഡ് സ്റ്റേജ്, ഈ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. റിട്ടൺ ടെസ്റ്റ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും 100 മാർക്കിൻ്റെ മൾട്ടിപ്പിൾ 100 ചോദ്യം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. അത് നടത്തുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, നമ്മുടെ SSC ഒക്കെ പോലുള്ള പരീക്ഷ ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം. ആ ഒരു പരീക്ഷ അതിൽ എന്തൊക്കെ വരും എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോക്കസിങ് ഓൺ ജനറൽ നോളജ്, മാത്സ്, റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, പിന്നെ ജനറൽ ഹിന്ദി, അതായത് ഇംഗ്ലീഷോ ഹിന്ദിയോ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും സ്കിൽ ടെസ്റ്റുമാണ്. അപ്പോൾ അതും പാസ്സാണ്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ DV, ഇവിടെ നമുക്ക് കാണുന്നത് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് സ്കിൽ ടെസ്റ്റ്. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ നമുക്കിതിൽ ഈ ഒരു പോസ്റ്റിലേക്കുള്ള സെലക്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. സ്കിൽ ടെസ്റ്റിനെ കുറിച്ചിട്ടൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 50 മാർക്കിനായിരിക്കും നടക്കുക. പിന്നെ മെഡിക്കൽ എക്സാമിനേഷനെ കുറിച്ച് DME, മെഡിക്കൽ എക്സാമിനേഷൻ നടക്കും. ഇതൊക്കെ പാസ്സാകുന്നവരാണ് ഫൈനൽ സെലക്ഷനിലേക്ക് എത്തുന്നത്. ഫൈനൽ സെലക്ഷനിൽ എത്തിയ ഒരു ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിൽ വരുന്നവർക്കായിരിക്കും ജോലി ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഫൈനൽ ലിസ്റ്റിൽ വരുന്ന നമുക്ക് പാരാമിലിറ്ററിൻ്റെ അറിയാവുന്നതാണ്. ഫൈനൽ ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും തന്നെ സെലക്ഷൻ ലഭിക്കാറുണ്ട്. റാങ്ക് 1 വന്നവർക്ക് ആദ്യം ജോലി ലഭിക്കും, അങ്ങനെയല്ല. ലിസ്റ്റിൽ എല്ലാവരും വന്ന് എത്ര പേര് വരുന്നുണ്ട് അവർക്കൊക്കെ ജോലി, അവർക്ക് വേക്കൻസിക്ക് അനുസരിച്ചിട്ട് അവർ ആളെടുക്കത്തുള്ളൂ. കുറവായിരിക്കും ചിലപ്പോൾ വേക്കൻസിനേക്കാൾ എടുക്കുന്നത്. ആൾക്കാർ പാസ്സാകുന്നുണ്ടെങ്കിൽ അത്ര തന്നെ ആൾക്കാർ എടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ താഴെയുണ്ട്, അതുപോലെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താഴെയുണ്ട്. പിന്നെ നമ്മുടെ PDF മെറ്റീരിയൽ വാങ്ങാൻ ടീമിൻ്റെ നമ്പർ താഴെയുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് താഴെ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട.